ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡിക്യു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാല്, പുതിയതായിട്ട് ചാനല് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്. ചാനല് നിങ്ങൾക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങി വെക്കുക. ബാക്കി പിന്നെ നമുക്ക് വരുന്നിടത്തേച്ച് കാണാം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 5 വർഷം മുന്നേക്ക് എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കണായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മ അതനുസരിച്ച് തുടങ്ങി വെക്കുക. നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മില്യൺസ് കണക്കിന് വ്യൂവോ വാച്ച് അവേഴ്സോ ഒന്നും റീച്ച് ചെയ്യാൻ പറ്റൂല. തുടങ്ങിയാലേ നമുക്കത് സെറ്റാക്കാൻ പറ്റുള്ളൂ. സംസാരിക്കാനൊന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല, പൊട്ടത്തൊരുക്കും മഞ്ഞത് എന്നൊക്കെ വിചാരിച്ചിരുന്നാല് നമ്മൾ ആദ്യം ഈ ഒരു മൈൻഡ് സെറ്റ് മനസ്സിനെടുത്ത് മാറ്റണം. ആളുകൾ എന്ത് ചിന്തിക്കുന്നുള്ളൊരിത് അത് ഫുള്ളായിട്ട് നമ്മുടെ മനസ്സിന് മാറ്റിയാലേ നമ്മ പകുതിയുടെ ഒരു 3/4 സക്സസ്ഫുൾ ആവും ലൈഫിൽ. ഫസ്റ്റ് ഞാനിപ്പോൾ എനിക്കൊന്ന് ഒരു 3-4 ഡേയ്സ് ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. എനിക്കപ്പോൾ ആകെ കിട്ടിയേക്കുന്നത് 34 സബ്സ്ക്രൈബേഴ്സാണ്. എന്നും പറഞ്ഞ് ഞാൻ ചാനല് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ചാനൽ കൂട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ അവിടെ നിന്ന് നമുക്കൊരു വ്യക്തമായിട്ടുള്ള വിഷയം വേണം. ഓക്കെ, 34 സബ്സ്ക്രൈബേഴ്സും ആകെ എനിക്ക് ഷോർട്സിൽ കിട്ടിയേക്കുന്നത് 1.1K വ്യൂസാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രയത്നിക്കണം അതിനു വേണ്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പോഴും സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എന്നിട്ട് ഞാൻ തുടങ്ങി വെച്ചേക്കാണ്. പക്ഷേ ഒരു വാശിന്നല്ല, ഞാൻ തന്നെ റീച്ച് ചെയ്യും. അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം.